അമ്മയും അച്ഛനും കൂടെ എന്തോ ഉണ്ടാക്കുന്നു. നമുക്കൊന്ന് സെർച്ച് ചെയ്താലോ? നടക്കുമോ? എൻ്റെ കൂടെ ഭയോ. എന്താണ് പ്ലാൻ? കണവനെ റോസ്റ്റ് ചെയ്യണം. കണവനെ വെട്ടി ക്ലീൻ ആക്കി വെച്ചു. നോക്കട്ടെ, കണവ നോക്കട്ടെ, ഒന്ന് കാണിച്ചു. എത്ര കിലോ ഉണ്ട്? 3 കിലോ ഉണ്ടോ? ഇല്ലല്ലോ, 1 കിലോ ഉണ്ടായിരുന്നു. വെട്ടി ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്ര നമുക്കിത് വേവിക്കാം. ഓക്കെ, നിങ്ങൾ എന്താ തപ്പുന്നേ? നമ്മള് ലൈറ്റർ കാണാനില്ല. എവിടെയോ ഉണ്ണിമോളുടെ കയ്യിലായിരുന്നു. ഉണ്ണിമോൾ സ്പെഷ്യൽ എന്തുവാ ഉണ്ടാക്കുന്നത്? എത്ര ഇടുന്നേ? എന്തുവാ ഇത്? കണവ വേണ്ട സാധനം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് വെക്കാം. എത്ര ഉള്ളിയൊക്കെ അരിഞ്ഞു എടുക്കുന്നത്? ഇത് ഏകദേശം എത്ര ഉണ്ട് കണവ? നമുക്ക് കണവ നമുക്കൊരു 1 കിലോ ഉണ്ടോ? 1 കിലോ കാണും. അത് കഷ്ടിച്ച് നമുക്കൊരു അത് ഉള്ളി നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി കൂട്ടിയെങ്കിൽ ഒരുപാട് ഉള്ളി എടുത്ത് ആ ടേസ്റ്റ് കിട്ടത്തില്ല കണവയുടെ. നമുക്കതനുസരിച്ചിട്ട് എടുത്ത് ഉള്ളി നമുക്കെന്താ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിക്ക് നമ്മുടെ കറിവേപ്പില, നാടൻ കറിവേപ്പില. നാടൻ തന്നെ വീട്ടിൽ നിന്ന് പറിച്ച കേട്ടോ. ആ നാടൻ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച അടിച്ചിടുക. നാടൻ കറിവേപ്പിലയാണ് വീട്ടിൽ നിന്ന് പറിച്ചത്. ഏതോ വീട്ടിൽ നിന്ന് ആരോ പറിച്ചു. എങ്ങനെ പറയാം? കണവ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി 1 സ്പൂണാണോ? മല്ലിപ്പൊടി ഇത് വെള്ളം ഒഴിച്ചായിരുന്നോ? ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെക്കണം. തത്തിപ്പൊത്തി. കുറച്ച് സമയം വേണം. അത് തത്തിപ്പൊത്തി എന്ന് പറയുന്നത് തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ ഉണ്ണിമോളെ? തത്തിപ്പൊത്തി എങ്ങനെ? പഴയ വാക്കുകൾ തട്ടിപ്പൊത്തി വെക്കണം. മോള് കുക്ക് ചെയ്ത് ക്ഷീണിച്ച്. അയ്യോടാ പാവം. കുറച്ച് ഇറച്ചി മസാല നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രൈൻഡ് ചെയ്യുന്നാൽ മീൻസ് ഇടിക്കാനുള്ള ചെറിയൊരു റോബോട്ട് ഉണ്ട്. നമുക്ക് റോബോട്ടിന്റെ കൊടുത്താൽ മതി. റോബോട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് തരും. വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് ഈ അടപ്പിനകത്ത് എന്ത്? നാരങ്ങ ഉപ്പിലിട്ടത്. ചിഞ്ച ചോറ് വേണോ? ചിഞ്ചു നാരങ്ങ മുട്ടി കഴിക്കാൻ. ചോറ് അമ്മ പറഞ്ഞില്ല നാരങ്ങയും ചോറും കഴിക്കാനാണ് നല്ലതാണ്. അത് കേട്ടപ്പോ ഒരു പൂതി. കണവ വേവുന്നതിന് മുമ്പേ വേണ്ടി വരും. വേവുന്ന മുന്നേ ഞാൻ മിക്കവാറും കഴിക്കും. നാരങ്ങ വേണമെങ്കിൽ എല്ലാവർക്കും ട്രൈ ആവുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കേട്ടോ. ജോലിയൊന്നും ചെയ്യാൻ നമ്മളിങ്ങനെ അച്ചാറ് ചിലരിങ്ങനെ അച്ചാറുടെ മുന്നേ അങ്ങനെ ചെയ്തില്ല. അച്ചാറുടെ മുന്നേ ആ പെരട്ടി വെക്കും. നാരങ്ങ കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ. സത്യം പറ, അത് ഇഷ്ടപ്പെട്ടായിരുന്നോ? ചുമ്മാ കള്ളം പറയരുത്. നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അച്ചാർ പോലെ ഉണ്ടായിരുന്നു. അച്ചാർ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഉപ്പ് നല്ല ഉപ്പുണ്ട്, നല്ല ടേസ്റ്റ്. ചേച്ചി വീട്ടിൽ നിന്നാണ്ട് പോളിങ്ങാണ്. കണവ ഇനിയിപ്പോ ആര് കഴിക്കും? നല്ല പോലെ പിടിച്ചു.
ഉപ്പ് ഏതാ? നല്ലപോലെ ഉപ്പ് പിടിച്ചതില്. പിടിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോറാണ്. അതിപ്പം എന്ത് കിട്ടിയാലും ചോറ് ഒരു സ്പൂണെങ്കിലും വേണം. കണവയുടെ അവസ്ഥ എന്തായി? അങ്ങനെ വേവിച്ച് കൂടുതലില്ലയോ? കണവയുടെ അവസ്ഥ എന്തായി? കണവ വെന്ത് വരുന്നത് കണവ വെന്തിങ്ങനെ നന്നായിട്ട് നല്ലതായിട്ട് രാത്രി നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലേ? നല്ലതായിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട വേവൻ അതുകൊണ്ട് അത്രയും നല്ല വേവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഇനി ഉണ്ണിമൊക്കെ കൊതി എടുക്കാൻ വയ്യ കേട്ടോ. ഇത് എണ്ണയ്ക്കകത്ത് വറുത്ത് ഇഞ്ചു വയറ് നിറഞ്ഞോ? ഇഞ്ചു ഇതൊക്കെ തിന്ന് വരുന്നത്. എന്റെ വയറ് നിറഞ്ഞു. ഇല്ല, എന്നാലും ഞാൻ അയ്യോ ഒന്നും ആയിട്ടില്ല. വെള്ളത്തിൽ നീന്തി തുടിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വെള്ളം പറ്റിയിട്ട് ഉള്ളിയൊക്കെ ഉണ്ണിമോള് കറങ്ങി നിപ്പുണ്ട്. ഉപ്പ് മൺചട്ടിയാ. നമ്മളെ നോൺ സ്റ്റിക്ക് കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കാം. സ്റ്റൗവിൽ വെക്കാവുന്ന അടുപ്പ് വെക്കുന്നുണ്ട്. മണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. മണം വരുന്നുണ്ട്. പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അവിടെ മണം പിടിച്ച് പിടിച്ച് വരുന്നുണ്ട്. പട്ടിക്കുട്ടി വന്നിട്ടുണ്ട്. അവിടെ TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. കണവ തിളച്ചതേ ഇത് കണ്ട് എന്താ പറഞ്ഞ മണം വരുന്നേ? കണവ റോസ്റ്റിന്റെ മണം വരുന്നത്. വേണോ മോനെ? കാണുന്നു. വേണോ? ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വരട്ടി ഇഞ്ചി വെളുത്തതോടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചാച്ചിട്ട് അത് നമ്മൾ മ്യൂസിക് വിത്ത് മ്യൂസിക് ആണ്. അറിയത്തില്ല നമുക്ക്. ഇതുകൊണ്ട് കിഡ്നി സ്റ്റോണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണോ? നമുക്ക് അറിയത്തില്ല. ഉണ്ടാവാതിരിക്കുക. നമുക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ കളഞ്ഞിട്ടെടുക്കും, ചിലപ്പം കരിഞ്ഞിടും. മുളകുപൊടി ഉണ്ടായോമേ? ഇടട്ടെ? ഒരു കളർ വന്നില്ലല്ലേ? ഇല്ല, കുറച്ചുകൂടെ ഇല്ല. കുറച്ച് വേവാൻ വേണ്ടി നമ്മൾ വേവാൻ വേണ്ടി ഇതിനകത്ത് കുരുമുളക് ഇടുന്നില്ലയോ? കുരുമുളക് ഇടണം. ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതി കുരുമുളക്. ആ ഫ്ലേവർ ഇട്ടവന് അത് ഇട്ടണം. ഒരു സ്പൂൺ മുളക് പൊടി, ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത്താഴത്തിൻ്റെ കണവ റെഡിയായിട്ടുണ്ട്. കണവ റെഡിയായിട്ടുണ്ട്. ചട്ടി ബാക്കിയുണ്ട്. ആ ചട്ടിയിൽ നമ്മൾ ചോറ് പരത്തി നോക്കട്ടെ. ആവി വറുക്കുന്ന കുളിച്ച് തിന്നുന്ന ഒരാളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ചിഞ്ചു എന്തോ നമ്മളങ്ങനെ റോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ചട്ടിയിൽ നമ്മൾ ചട്ടിച്ചോറ് തിന്നുകയാണ് ഒരാൾ ഇടുന്നതുകൊണ്ട്. കണ്ടില്ലേ ചട്ടി? ഒരു പൊട്ട് ഞാൻ കഴിഞ്ഞായിരുന്നു. വീണ്ടും നമ്മൾ വെള്ളത്തിന് കുളിക്കണം കേട്ടോ. ഇങ്ങനെ കഴിക്കുന്ന ചോറ് കഴിക്കുന്ന കാണിച്ചേ പൊന്നു. കണവ വെച്ച് നമ്മളെ എങ്ങനെയുണ്ടടാ പെണ്ണുണ്ണി? എങ്ങനെയുണ്ടടാ? അടിപൊളി. കറി കഴിക്കട്ടെ? ആരക്കോട്ടാ കൊടുത്തു നോക്കാം. ഒരു കണ വരട്ടെ? വലിയ വരട്ടെ കുഞ്ഞിനെ? ആരക്കോട്ട എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ടെന്ന് ഒരു കണ വരട്ടെ? സൂപ്പർ കഴിക്കുന്നു. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു കണവ? അപ്പം അടിപൊളി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നല്ല കറക്റ്റ് amount of spice. കറക്റ്റ് എമൗണ്ട് ഓഫ് സ്പൈസി. Then Too tasty. it's too tasty. Okay. So I can stand but eat it. അപ്പോൾ ഓക്കെ. Okay, bye. ടാറ്റ. എല്ലാവർക്കും ടാറ്റ. അച്ചമ്മ ടാറ്റ പറ. ടാറ്റ. ടാറ്റ.
ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ.